വിശേഷിപ്പിക്കാവുന്ന പുൽപ്പള്ളിയിൽ നിന്നും അതിനേക്കാൾ ഉപരി ആവേശവും ആശയും ഉൾക്കൊണ്ട് അതിനേക്കാൾ 10 മടങ്ങ് ചൂടും ചൂറും പേറിയ ഒരു യുവസുവിശേഷൻ 15 വർഷം മുൻപ് ക്രിസ്തുവിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി സഹോദരൻ ജോസ് മാങ്കുടി. ഇന്ന് അദ്ദേഹം നമ്മുടെ മധ്യത്തിലുണ്ട്. തെളിനീരുള്ളവയേക്കാൾ ലളിതമായ ഭാഷയിൽ ദൈവത്തിന്റെ തിരുവചനം അദ്ദേഹം പറയുമ്പോൾ, പങ്കുവെക്കുമ്പോൾ, കർത്താവെ അടിയനോട് സംസാരിക്കണമേ, അങ്ങരുളി ചെയ്യുന്ന അടിയൻ കേൾക്കാം എന്നുള്ള വിനയാന്വിതമായ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. സഹോദരൻ ജോസ് മാങ്കുടി. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രി നിൽക്കുവാൻ ഇങ്ങനെ ഒരു സന്ദർഭം ലഭ്യമായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പം ദീർഘമായ ഒരു വേദഭാഗം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കും. അത് എല്ലാ ഭാഗവും ഞാൻ പിന്നീട് പുനരാവർത്തനം ചെയ്യുകയില്ല. ചില വാക്യങ്ങൾ ഒന്നിലധികം പ്രാവശ്യം നിങ്ങളെ പിന്നീട് വായിച്ച് കേൾപ്പിക്കും. മുഖവരി ഒന്നും കൂടാതെ തന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വേദഭാഗം എന്റെ ബഹുമാന്യ സഹോദരൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. വേദപുസ്തകം കൈവശമില്ലാത്ത ഞങ്ങളുടെ ബഹുമാന്യ സ്നേഹിതന്മാർ ഈ വായിക്കുന്ന വേദഭാഗം നിങ്ങൾ ഹൃദയപ്പലകയിൽ കുറിച്ചുവെക്കുകയും ഭവനത്തിൽ ചെന്ന് നിങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ബൈബിൾ വായിച്ച് ഇന്ന് രാത്രി കേൾക്കുന്ന സന്ദേശത്തോട് മാന്യമായി പ്രതികരിക്കുകയും ചെയ്യണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പു. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടോ? സത്യത്തിനും നീതിക്കും വില കൽപ്പിക്കുന്ന ഒരു ദൈവം എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? കണ്ണുനീര് കണ്ടാൽ കരുണ തോന്നുന്ന കരുണാവാരുധിയായ ദൈവം, സത്യവും നീതിയും ലോകത്ത് നടമാടണമെന്ന് മതലോകം ലോകത്തെ പഠിപ്പിച്ചപ്പോൾ അതിന്റെ പിന്നിൽ പ്രേരകമായിരുന്ന ഒരു ദൈവം, എവിടെയെങ്കിലും അധർമ്മം കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരാളത്വം ഏതെങ്കിലും മണ്ഡലത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതറിയണമെന്ന് മനുഷ്യന്റെ ആരംഭം മുതൽ ഇന്നയോളം ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ തന്നെ ലോകത്ത് നടമാടുന്ന അധർമ്മങ്ങളും അനീതിയും കണ്ട് മനം ദുഃഖിച്ച ഒരുപക്ഷം ന്യൂനപക്ഷമെങ്കിലും, മനസാക്ഷി മരവിക്കാത്ത ഒരു കൂട്ടം ആളുകളെങ്കിലും വേദനയോടെ ചോദിച്ചിട്ടുണ്ട്, വാസ്തവത്തിൽ ഒരു ദൈവമുണ്ടോ? ഒരു ദൈവം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പ്രാചീന കാലത്തേക്കാൾ ഇത്രമാത്രം നാം സമന്വിതി നേടിയിട്ട് സാമൂഹ്യമായും ശാസ്ത്രീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഇത്രമാത്രം മികവ് നാം നേടിയിട്ട് എന്തുകൊണ്ട് മനുഷ്യൻ ഇതുവരെ നന്നായില്ല? പൗരാണിക കാലത്ത് പറഞ്ഞു കേൾക്കാത്ത അധാർമികത നമ്മുടെ കണ്ണിന് മുമ്പിൽ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ മതമണ്ഡലങ്ങളിൽ പ്രത്യയശാസ്ത്രങ്ങൾ വർദ്ധിക്കുകയോ അവരുടെ ആശയഗതികൾ ആവോളം ആളുകളെ പഠിപ്പിക്കുവാൻ പരിശ്രമിക്കുകയോ ചെയ്തിട്ടും എന്തുകൊണ്ടേ ആളുകൾ ഇതുവരെ ശരിയായില്ല? വാസ്തവത്തിൽ ഇതെല്ലാം കാണുന്ന, നിയന്ത്രിക്കുന്ന, ആളുകളെ സമൂലമായിട്ട് അറിയുന്ന, നീതിക്കും സത്യത്തിനും വില കൽപ്പിക്കുന്ന ഒരാളത്വം, ഒരു ദൈവം എവിടെയെങ്കിലുമുണ്ടോ? ചിന്തിച്ചൊരു മനുഷ്യൻ ഒരിക്കൽ എഴുതി, ദൈവം മരിച്ചുപോയി, ജീവിച്ചിരുന്നെങ്കിൽ പ്രതികരിക്കുമായിരുന്നില്ലേ. വേറെ ഒരാൾ എഴുതി, ദൈവം വൃദ്ധനായിരിക്കുന്നു, ചെവി കേൾക്കയില്ല. വേറെ ഒരാൾ എഴുതി, ദൈവം സ്വർഗത്തിന്റെ ഏതോ മൂലയ്ക്ക് മൗനമായിരിക്കുന്ന ഒരു വൃദ്ധനായിരിക്കുന്നു. കേരളത്തിലെ ഒരു വിപ്ലവകവി ഒരിക്കൽ എഴുതി, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തോടൊരു ചോദ്യം അല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം. ചോദ്യമൊന്നേ ഉള്ളൂ, എന്തുകൊണ്ട് ഞങ്ങളെ ഈ കണ്ണുനീർ കയത്തിൽ നീ ആഴ്ത്തിയിട്ടിരിക്കുന്നു? സ്നേഹിതന്മാരെ, മനുഷ്യജീവിതം കണ്ണുനീരിൽ ഓരോ ദിവസവും താണുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ദൈവമാണ് ഇവിടുത്തെ ദൈവമെങ്കിൽ ആ ദൈവത്തെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് മാന്യമായി ഒരാൾ ചിന്തിച്ചാൽ ഞാൻ തൽക്കാലം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുവാൻ താല്പര്യമുള്ള ഒരാളാണ്. ലോക സംഭവങ്ങളെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് ഏറെ സമയമില്ലാത്തതുകൊണ്ട് അല്പം വെട്ടിച്ചുരുക്കി പറയുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു. വേദപുസ്തകം വിശ്വസിക്കുകയും ഇത് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആനുകാലിക സംഭവങ്ങളെ
വളരെ ആദരവോടുകൂടെ അപ്പോൾ തന്നെ നടുക്കത്തോടെ പഠിക്കുവാൻ ശ്രമിക്കുന്ന ഒരുവനാണ് ഞാൻ. ലോക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുകയല്ല, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലോക സംഭവങ്ങളെ വിലയിരുത്തുവാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ കൈവശമുള്ള വിശുദ്ധ ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥമോ ഒരു കെട്ടുകഥയോ കിഴവിക്കഥയോ മാത്രമായിരുന്നെങ്കിൽ, അല്പം കൂടെ തുറന്നു പറഞ്ഞാൽ ക്രൈസ്തവ മതത്തിന് മാത്രം ദാനം ലഭിച്ച ഒരു മതഗ്രന്ഥമായിരുന്നെങ്കിൽ ഈ പുസ്തകവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് തൊലിക്കട്ടി ഉണ്ടാകുമായിരുന്നില്ല. എന്റെ സ്നേഹിതന്മാരെ, ബൈബിളിനെ കുറിച്ച് ഏറെയൊന്നും പറയുവാൻ ഇപ്പോൾ ഞാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തിരിക്കുന്ന അതുല്യ സത്യങ്ങൾ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരെളിയവനായതുകൊണ്ട് അതിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ പാപത്തെ കണ്ടുവെച്ച് ശിക്ഷിക്കുന്ന, ലോകത്തെ നീതിയോടെ വിധിക്കുന്ന, മനുഷ്യന്റെ പാപത്തിനും അധർമ്മത്തിനും തക്കതായി പ്രതികാരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് രണ്ടുവട്ട വെല്ലുവിളിയോടെ തെളിയിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ ഇന്നത്തെ സ്ഥിതിയും നമ്മുടെ നിലയും കണ്ടാൽ മിക്കവാറും ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ, ആരും ചോദിക്കുവാനും പറയുവാനുമില്ലാതെ എങ്ങോ കൂപ്പുകുത്തുവാൻ വെമ്പൽ കൊണ്ട് അതിവേഗത്തിൽ ഒഴുകുന്ന ഏതോ ഒരു പ്രത്യേക നിലയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ല, ഇതിന്റെ പിന്നിൽ കാര്യങ്ങളെ കാണുന്ന, ശരിയായി നോക്കുന്ന, മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് ശരിയായ ഉദ്ദേശമുള്ള, കൃത്യമായ കാര്യങ്ങളെ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് സത്യത്തിനും നീതിക്കും എന്തെങ്കിലും വിലയുണ്ടോ? ഞാൻ മാത്രം കൈക്കൂലി വാങ്ങാതെ, ഞാൻ മാത്രം കള്ളത്തരം ചെയ്യാതെ, ഞാൻ മാത്രം പക്ഷപാതം കാണിക്കാതെ, ഞാൻ മാത്രം അതിരുമാന്താതെ, ഞാൻ മാത്രം ആരെയും ദ്രോഹിക്കാതെ ഒരു വിഡ്ഢിയെ പോലെ ഞാൻ ജീവിച്ചതുകൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ വിങ്ങുന്ന മനസ്സോടെ ഒരാളെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ നീതിയെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഒരിക്കലും നീതിക്കെതിരായി പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ന്യായം വിധിക്കുന്ന, പാപത്തെ ശിക്ഷിക്കുന്ന, ഒരു കരുണയും കൂടാതെ പാപത്തിനു നേരെ ന്യായവിധിയുടെ വാൾ ഊരുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നും ലോക സാമ്രാജ്യങ്ങളുടെ മേൽ അവന്റെ അധികാരം നടപ്പാക്കി ആനുകാലിക സംഭവങ്ങളിലൂടെ, വർത്തമാനകാല സംഭവത്തിലൂടെ അവന്റെ ന്യായവിധിയുടെ ഭാഗികമായ വെളിപ്പാടുകൾ അവൻ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഇത് കണ്ടിന്ന് രാത്രിയിൽ നാം ഗുണപാഠം പഠിക്കാതെ പോയാൽ ഭാവിയിൽ ഞാനും നിങ്ങളും നേരിടുവാൻ പോകുന്ന വലിയൊരു ന്യായവിധിയെ അറിയാതെ നാം അവഗണിച്ചു എന്ന അപരാധം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇത് കേവലം നമ്മളാരെങ്കിലും ചോദിച്ചതല്ല. വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ അതീവ ഭക്തന്മാരായ നിരവധി ആളുകൾ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ലോകത്തിന്റെ അനീതി കണ്ട്, തന്റെ ചുറ്റുപാട് നടമാടുന്ന കിരാതമായ നരനായാട്ട് കണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ദൈവമേ, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനെ, ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുന്നത് കണ്ടിട്ട് നീ എന്തുകൊണ്ടേ മിണ്ടാതിരിക്കുന്നു? മറ്റൊരിക്കൽ യിരെമ്യാ പ്രവാചകൻ ചോദിച്ചു, അല്ലയോ ദൈവമേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദുഷ്ടനെ നട്ടു, അവൻ എന്തുകൊണ്ട് പച്ച പിടിച്ചിരിക്കുന്നു? വേറെ ഒരിക്കൽ ആസാബ് എന്ന് പറയുന്ന ഭക്തൻ ഉള്ളത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ദുഷ്ടന്മാരുടെ പുഷ്ടി കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നി, എന്റെ കരങ്ങൾ വിശുദ്ധമായി സൂക്ഷിച്ചത് ഒരു അപരാധമായി പോയോ എന്ന് ഞാൻ സംശയിച്ചു. മലാഖിയുടെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ ഒരു കൂട്ടം പുരോഹിതന്മാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമാണ്, ദൈവം അഹങ്കാരികളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? ഇന്ന് രാത്രിയിൽ വളരെ ഭയത്തോടെ, വളരെ